ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഐ എം ഷഹാന. നമുക്ക് NVHSCയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ എത്തും. നോട്ടിഫിക്കേഷൻ എത്താൻ വെയിറ്റ് ചെയ്തിരിക്കണ്ട, നമ്മൾ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലാസ്റ്റ് ടൈമിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇത്രേ കിട്ടിയുള്ളൂ, ഇത്ര സമയമുള്ളൂ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നാൽ HSSTയുടെ പോലെ തന്നെ ആയിരിക്കും. അധിക സമയം നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് എന്തായാലും 100% ഉറപ്പാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിലബസിനെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? സിലബസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞു. ഇനി നമ്മൾ നടന്നിട്ടുള്ള എക്സാം HSSTയുടെ ആയാലും NVHSSTയുടെ ആയാലും ഒക്കെ നോക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ടാവും. അതായത് ഇത്തരം ഏരിയാസ് എന്തായാലും ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ അങ്ങനെയല്ല. പക്ഷെ ബിയോണ്ട് ദാറ്റ് എന്താണ്, ഇത് സ്ട്രെസ് ചെയ്യണം. പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത്, നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ചില ഏരിയാസ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ അതേ നടക്കുകയുള്ളൂ. ഏതാണ്? ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സിക്കോൺ ചെയ്യുക, എന്നിട്ട് ടൈം അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, എലാബറേറ്റ് ചെയ്ത് അതർ ടോപ്പിക്സിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ് ഓരോ യൂണിറ്റിനകത്ത് നിന്നും ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂൾ 1 മൈക്രോ എക്കണോമിക്സ് 10 മാർക്കാണല്ലോ. ഈ 10 മാർക്കിനകത്ത് നമ്മൾ നേരത്തെ കണ്ടല്ലേ, വളരെ എന്താണ് വാസ്റ്റ് ആയിട്ട് വൈഡ് ആയിട്ട് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഡിമാൻഡ് തിയറി മസ്റ്റ് ആണ്. ഏതെങ്കിലും ഒക്കെ ആയിട്ട് ഒന്ന് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ആവാം, കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ആവാം. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ 100% എന്നുള്ളതല്ല, പക്ഷെ ഒരു 50% to 100% ലെവലിലേക്ക് ചാൻസ് ഉള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസ് തന്നെയാണ്. അത് നെർലോവിന്റെ ആവാം, ഹൗത്തെക്കറിന്റെ ആവാം. അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. അതേപോലെ തന്നെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം LES, അതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. റീസെന്റ് ഡെവലപ്മെന്റ്സിനകത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസും LES ആണ് മോസ്റ്റ്ലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ റിസ്കിലേക്ക് വരുമ്പോൾ റിസ്ക് ലവർ, റിസ്ക് അവേർട്ട്, റിസ്ക് ന്യൂട്രാലിറ്റി, ഇത് 3 നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഗ്രാഫ് സഹിതം പഠിച്ചു വെക്കണം. പിന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ്, NM യൂട്ടിലിറ്റി ഇൻഡെക്സ്, ഫ്രീഡ്മാൻ സാവേജ്, അത് ചെറിയ രീതിയിൽ നിങ്ങൾ അതിനെ കുറിച്ചും എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്, സ്നോബ് ഇഫക്റ്റ്, വെബ്ലാൻ ഇഫക്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താ പറയാ, വിടാണ്ട് പഠിക്കേണ്ട ഏരിയ ആണ് കോബ്ഡക്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും CES പ്രൊഡക്ഷൻ ഫംഗ്ഷനും. എന്തായാലും ഉറപ്പാണ്, ഒന്നെങ്കിൽ കോബിൽ നിന്നാവാം അല്ലെങ്കിൽ CESൽ നിന്നാവാം, ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതേപോലെ ഉറപ്പുള്ള അനദർ ഏരിയയാണ് ഒലിഗോപോളി മോഡൽസ്. അത് കൊളൂസീവ് ആവാം, നോൺ കൊളൂസീവ് മോഡൽസിൽ ചാംബർലിന്റെ ആവാം, സ്വീസിയുടെ ആവാം, ബെർട്രൻഡ് ആവാം, കോർണോട്ട് ആവാം. ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് പഠിച്ചു വെച്ചോ. 100% നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടാൻ പോകുന്ന ഏരിയ ആണ് ഒലിഗോപോളി മോഡൽസ്. ദെൻ ഗെയിം തിയറി പഠിക്കണം, അത് മസ്റ്റ് ആണ്. നാഷ് ഇക്വിലിബ്രിയം കാണാൻ, അതുപോലെ തന്നെ നമ്മളുടെ ഡൊമിനന്റ് സ്ട്രാറ്റജി കാണാൻ, ഇതൊക്കെ പഠിക്കണം. തിയറീസും അതിൽ പഠിക്കണം. ഇനി അസിമെട്രിക് ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് മോറൽ ഹസാർഡ്, അഡ്വേഴ്സ് സെലക്ഷൻ ക്വസ്റ്റ്യൻ വരാൻ, അതുപോലെ മാർക്കറ്റ് ഫോർ ലെമൺസ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇതില് പ്രൊഡക്റ്റ് എക്സോഷനിൽ ഊളേഴ്സ് തിയറം ക്വസ്റ്റ്യൻ വരും. ഊളേഴ്സ് തിയറം ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് മൊണോപോളി പവർ, കലേക്കിയുടെ മൊണോപോളി പവർ, പിന്നെ തിയറി ഓഫ് വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അത് നമ്മളെ മാത്ത് ഫോളോയിങ്ങിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് വേജിന്റെയും പ്രോഫിറ്റിന്റെയും ഇൻട്രസ്റ്റിന്റെയും തിയറീസ്. ഓക്കെ, ഇനി ജനറൽ ഇക്വിലിബ്രിയം 10 മാർക്കാണ് അല്ലെ മോഡ്യൂൾ 2 നിന്നും. അതിൽ വോൾറാഷ്യൻ ജനറൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ബ്രോവറുടെ ഫിക്സ്ഡ് പോയിന്റ് തിയറം, വെൽഫെയർ എക്കണോമിക്സിൽ മോസ്റ്റ്ലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? പരറ്റ് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ, കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, സ്കിറ്റോസ്കി പാരഡോക്സ്, ബെർഗ്സൺ സാമുവൽസൺ. അപ്പൊ എല്ലാതും ആയിട്ടില്ല, പക്ഷെ 4 നിങ്ങൾ എന്തായാലും സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ദെൻ ഫുൾ കോസ്റ്റ് പ്രൈസിങ്, ഹല്ലാനിച്ചിന്റെ ഫുൾ കോസ്റ്റ് പ്രൈസിങ് പഠിക്കണം. ബെയിൻസിന്റെയും സൈലോ സ്ലാബിനിയുടെയും, കേട്ടാൽ ഒരുമിച്ച് ഒരേപോലെ തോന്നും, ബെയിൻസിന്റെയും സൈലോ സ്ലാബിനിയുടെയും ലിമിറ്റ് പ്രൈസിങ് ഏകദേശം ഒന്ന് തന്നെയാണോ? സെയിം അല്ല, പക്ഷെ സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ അതിന് ഡിഫറൻസസും ഉണ്ട്. ആ സിമിലാരിറ്റിയും ഡിഫറൻസസും മനസ്സിലാക്കിയിട്ട് അത് പഠിക്കണം. പിന്നെ ബിഹേവിയറൽ മോഡൽസിലേക്ക് വന്നാൽ സയേട്ടിന്റെയും മാർച്ചിന്റെയും ബിഹേവിയറൽ
എക്കണോമിക്സ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാ ബിഹേവിയറൽ മോഡൽസ് ആരാന്നുള്ളത്. അത് സയറ്റ് ആൻഡ് മാച്ച് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല കേട്ടോ, ആദ്യം സ്ട്രെസ് ചെയ്യേണ്ട ഒരു ഏരിയാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മോഡ്യൂൾ 3ലേക്ക് വരികയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് 10 മാർക്കാണ്. അതിൽ കൺസംഷൻ ഫംഗ്ഷൻ തിയറീസ് തന്നെയാണ്. കൺസംഷൻ തിയറീസ്, ആഡം സ്മിത്തിന്റെ തിയറി, ഡേവിഡ് റിക്കാർഡോയുടെ തിയറി, ആ 4 തിയറീസ് നിങ്ങൾ പഠിച്ചു വെക്കണം. 4 തിയറീസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ MEC MEI എന്നുള്ളത് ടോബിൻസ്ക്യൂ റേഷ്യോ, കൺസംഷൻ തിയറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ടോബിൻസ്ക്യൂ റേഷ്യോ. ഫിഷറുടെ ഇക്വേഷൻ പഠിക്കണം. കാംബ്രിഡ്ജ് ക്വാണ്ടിറ്റി തിയറി, കെയ്ൻസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് അപ്രോച്ച്, ഇതും അതിൽ പഠിച്ചു വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ബോമോൾ ആൻഡ് ടോബിൻ. ഈ ഒരു കുറച്ച് നാളായിട്ട് എക്സാമിന് ബോമോൾ ടോബിന് വിട്ടൊരു കളിയില്ലാത്ത ലെവലായിട്ടുണ്ട്. ബോമോൾ ടോബിന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇതിൽ ഫ്രീഡ്മാന്റെ റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ പറയണ്ട ISLM പഠിക്കണം. എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി BOP, ഇലാസ്റ്റിറ്റി അപ്രോച്ച് മുതൽ അബ്സോർപ്ഷൻ അപ്രോച്ച് മുതൽ ജെ കർവ് ഇഫക്റ്റ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, BOPയിൽ പഠിക്കണം. അതിന്റെ മുന്നേ ഒക്കെ 3 അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ആ 3 അക്കൗണ്ട്സിലും ഏതൊക്കെയാണോ വരുന്നത്, ഏതൊക്കെയാണ് എൻട്രീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിനോടനുബന്ധിച്ച് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ്, ക്രൗഡിംഗ് ഔട്ട് ഇഫക്റ്റ്, ഇതുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. ഫിലിപ്സ് കർവ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്. ദെൻ മോഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ കറന്റ് കോൺട്രവേഴ്സീസ് ഇൻ മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ നിങ്ങൾ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്, സപ്ലൈ സൈഡ് എക്കണോമിക്സ്, ന്യൂ കെയ്നീഷ്യൻ ഇക്വൽ. അപ്പൊ ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻസ്, ന്യൂ ക്ലാസിക്കൽസ്, ന്യൂ കെയ്നീഷ്യൻസ്, സപ്ലൈ സൈഡ് എക്കണോമിക്സ്. 5 സ്കൂൾ ഓഫ് തോട്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. എന്ത് ചെയ്യാം, 5നെയും ഒന്ന് അനലൈസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കമ്പറേറ്റീവ് ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീനെ കൊണ്ടുപോകണം. ബിസിനസ് സൈക്കിൾ മോഡൽസ്, അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിയൽ ബിസിനസ് സൈക്കിളിന് പ്രാധാന്യം കൊടുക്കണം. ഒക്കുൻസ് ലോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കുൻസ് ലോ ഉണ്ടായിരിക്കും. മണി മൾട്ടിപ്ലയർ അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ 4th കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഫസ്റ്റ് റൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി മോഡ്യൂൾ 5 ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് വരുമ്പോൾ പെർഫോമൻസ്, ഇതില് ഇന്നത് പറയാനില്ല. എന്ത് ചെയ്യണം, ടോട്ടൽ ഗ്രോത്ത് എടുക്കുക, ടോട്ടൽ ഡെവലപ്മെന്റ് എടുക്കുക. അതിൽ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ, ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ, അതിലൊക്കെ വരുന്ന പുതിയ പോളിസീസ്, കാര്യങ്ങൾ, ഇത് സ്ട്രെസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പുതിയ ഡാറ്റ, ഇതൊക്കെ കറന്റ് അഫയേഴ്സ് രീതിയിൽ തന്നെ നമ്മൾ ബജറ്റിൽ നിന്നും എക്കണോമിക്സ് ലെവൽ ഒതന്റിക് സോഴ്സ് എടുക്കണം കേട്ടോ. വെറുതെ ഗൂഗിൾ ചെയ്തിട്ട് കാര്യമില്ല. ഒതന്റിക് സോഴ്സിൽ നിന്നും ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഗവൺമെന്റിന്റെ സൈറ്റിൽ പോയിട്ട് നേരിട്ട് ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അതാണ് നമ്മൾ പലരും പല രീതിയിൽ, ഇപ്പൊ ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഡാറ്റ കിട്ടും. അതല്ല, ഒതന്റിക് ആയിട്ട് സൈറ്റിൽ പോയിട്ടുള്ള ഡാറ്റാസ് വേണം നിങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട്. ദെൻ മോഡ്യൂൾ 4 ഫിസ്ക്കൽ, ഫൈനാൻഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ ഇഷ്യൂസ് 10 മാർക്സ് ആണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ വരുന്ന ഫൈനാൻസ് കമ്മീഷൻ അല്ലെ. ആ ഫൈനാൻസ് കമ്മീഷന്റെ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് അതിന്റെ ചെയർമാൻ, ഇപ്പം 16th ഫിനാൻസ് കമ്മീഷനാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ത്യയുടേതും കേരളത്തിൻ്റെതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന്റെ ചെയർസിനെ കുറിച്ച് പഠിക്കണം. ദെൻ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പഠിച്ചിരിക്കണം. ദെൻ റീസെന്റ് ബജറ്റ്സ്, അത് റീസെന്റ് എന്ന് പറയുമ്പോൾ 2 to 3 years ആണ്. 2 to 3 yearsലെ ബജറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം, അതിൽ ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, ഇതിലൊക്കെ റിഫോംസ്, കമ്മിറ്റീസ്, ഇതൊക്കെ മായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് കമ്മിറ്റീസ് ഉണ്ടാവും. ആ കമ്മിറ്റീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇവാലുവേഷൻ ഓഫ് 5-year പ്ലാൻസ് ഉണ്ട്, ഒരുപാടുണ്ടാവും അല്ലെ. നമുക്ക് 12th വരെ 5-year പ്ലാൻസ് ഉണ്ട്. ഈ 5-year പ്ലാൻസിനെ മൊത്തമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ പഠിക്കുമ്പോൾ ഏകദേശം അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുക. ഓരോ 5-year പ്ലാനിലും അഗ്രികൾച്ചറൽ സെക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്തത്, എവിടെയെങ്കിലും നെഗറ്റീവ് എവിടെയൊക്കെ വീണു, എവിടെയൊക്കെ പോസിറ്റീവ് വന്നു, എവിടെയൊക്കെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. നീതി ആയോഗ് ഇസ് വിഷൻ ഡോക്യുമെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലേറ്റസ്റ്റ് വിഷൻ ഡോക്യുമെന്റിൽ നീതി ആയോഗിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വെൽഫെയർ പ്രോഗ്രാംസ് അനൗൺസ്ഡ് ഇൻ ദി ലാസ്റ്റ് 2 യൂണിയൻ ബജറ്റ്സ്. യൂണിയൻ ബജറ്റിൽ നിന്നുള്ള ലാസ്റ്റ് വെൽഫെയർ സ്കീംസ് പഠിച്ചു വെക്കുക. അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. 7th ഈ പറഞ്ഞതുപോലെ തന്നെ സ്ക്യൂനെസ്, കർട്ടോസിസ് ക്വസ്റ്റ്യൻ വരാം. കോറിലേഷൻ, റിഗ്രഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ്, മാട്രിസസ്, പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ തന്നെ
ബേസിക് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എത്രയാണ് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചിട്ട് കാർഡ്സിൻ്റെതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈ ടോസ് ചെയ്യുന്നതോ കോയിൻ ടോസ് ചെയ്യുന്നതോ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട്. ദെൻ അതിൽ തന്നെ ബൈനോമിയൽ, പോയിസൺ, മൾട്ടിനോമിയൽ, നെഗറ്റീവ് ബൈനോമിയൽ, ലോഗ്നോമിയൽ, പാരറ്റോ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരാൻ 100%ഓളം സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് ആപ്ലിക്കേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ദെൻ ടി ടെസ്റ്റ്, കൈസ്കോർ ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. അതിൽ കൈസ്കോർ ടെസ്റ്റിന് പ്രാധാന്യം കൊടുക്കുക, കാരണം അതിന്റെ ഒരു ഭാഗം മൊത്തം കൈസ്കോർ ടെസ്റ്റിനെ കുറിച്ച് തന്നെ പഠിക്കാനുണ്ട്. ദെൻ ഗുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മുടെ എക്കണോമെട്രിക്സിന്റെ ഭാഗമായിട്ട്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അതിൽ നള്ള്, ആൾട്ടർനേറ്റീവ്, ടൈപ്പ് 1, ടൈപ്പ് 2, ക്രിട്ടിക്കൽ റീജിയൻ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, പവർ ഓഫ് ടെസ്റ്റ്. ഇത് എന്ത് ചെയ്യാനാണ്? കണക്ട് ചെയ്ത് പഠിക്കാനാണ്. അത് എന്ത് ചെയ്യാം? ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിട്ട് പോകണം. ഫസ്റ്റ് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇത് മാത്രം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് അല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും എന്താ ചെയ്യുക? ആദ്യം മുതൽ സിലബസ് പഠിച്ച് അങ്ങനെ പോവാം. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു എന്ത് ചെയ്യണം? കുറച്ച് സ്മാർട്ട് വേയിലൂടെ പഠിക്കണം അല്ലെ. അങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കാനുള്ള സ്ട്രാറ്റജീസ് ആണ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ പഠിക്കുമ്പോൾ ഇത്തരം ഏരിയാസിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ. എന്നിട്ട് വേണം ടൈം അനുസരിച്ച് വേണം അതർ ഏരിയാസിലേക്ക് പോവാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.